ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസിക്കുന്നു. അബ്ദുൾ റഹീമിന് ഇനിയുള്ള ജീവിതമാർഗം എന്തായിരിക്കും? ജ്വല്ലറിയില് ഒരു ജോലി കൊടുക്കണമെന്നുണ്ട്. ആൾക്ക് താല്പര്യമാണെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ. റഹീമിന്റെ ഉമ്മയാണത്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം അബ്ദുൾ റഹീം ജയിൽ മോചിതനായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉമ്മയുടെ വിഷമം കാണാത്ത ഒരു മലയാളികളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരിലോട്ടൊക്കെ വരാം. പക്ഷേ അബ്ദുൾ റഹീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് റിലീസ് ആവണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഇന്ന് ആ ഒരു കാര്യം സാധിച്ചിരിക്കുകയാണ്. ഇന്ന് പെരുന്നാളാണ്. പെരുന്നാൾ ദിവസം തന്നെ ആ ഉമ്മയ്ക്ക് ആ മകനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇവർ ഈ 35 കോടി രൂപ, അതായത് ഈ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു വിഷയത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ പൈസ കളക്ട് ചെയ്യുന്ന സമയം തൊട്ടേ എല്ലാ യൂട്യൂബേഴ്സും, അതായത് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോസിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ബോച്ചയുടെ വീഡിയോ കാണാം. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് നിന്നൊരു വ്യക്തിയാണ് ബോച്ചെ. പുള്ളിയുടെ വീഡിയോ ഒന്ന് കാണാം. മോചനത്തിനായി ഏറെ പ്രയത്നിച്ച ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബോബി ചെമ്മണ്ണൂരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം നടക്കത്തില്ലായിരുന്നു. ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ ചൊല്ലി നടക്കുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പൈസ അവിടെ എത്തിയിട്ടില്ല, പൈസ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആൾക്കാർ മുക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് അബ്ദുൾ റഹീമിൻ്റെ തന്നെയുള്ള വോയിസും കാര്യങ്ങളും എല്ലാം ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം കേട്ടതുമാണ്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബോച്ചയ്ക്ക് സത്യം പറഞ്ഞ വലിയൊരു ഹാൻഡ്സ് ഓഫ് ആണ്. കാര്യം നിങ്ങൾ കാരണമാണ് ആ ഉമ്മയുടെ മുഖത്ത് ഇന്ന് ആ ഒരു സന്തോഷത്തോടെ ഒരു ചിരിയെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ് അതിൻ്റെ റീസൺ. വളരെ സന്തോഷമുണ്ട്. കേരള ജനത വീണ്ടും റഹീമിന് ഒരു ജീവൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. 2ാം ജന്മമാണ്. ഇതിനവസരമായിരിക്കുക എല്ലാ മലയാളികളോടും കൂടെ നിന്ന് എല്ലാവരോടും പ്രത്യേകം നന്ദി മാത്രമേ പറയാനുള്ളൂ. അതൊരു നിമിത്തമായിട്ട് കരുതുന്നു. എല്ലാം സർക്കാരിന്റെ തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട് മുന്നിട്ട് ഇറങ്ങാൻ സാധിച്ചതിൽ. പക്ഷെ ഞാൻ ഇറങ്ങിയോണ്ട് മാത്രമല്ല, എല്ലാവരും മലയാളികൾ സഹകരിച്ച് ഒരുമിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു. ഇവിടുത്തെ റഹീം നിയമസഹായ കമ്മിറ്റി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഇത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി 40 കോടി രൂപയിലധികം പിരിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലോകത്ത് ആദ്യമായിരിക്കും. സത്യമാണ്. കാര്യം ഇത് ആദ്യമായിട്ടായിരിക്കും, ഇത് പ്രത്യേകിച്ച് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും പൈസ ശേഖരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. പ്രത്യേകിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോഴും പല ആൾക്കാർക്ക് ഈ റഹീമിൻ്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ റഹീം മനഃപൂർവ്വമാണ് ചെയ്തത് എന്നൊക്കെ കുറേ പേരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അന്ന് തൊട്ടേ ഈ വിഷയത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ സുഖമില്ലാത്ത ഒരു കുട്ടിയെ കൊന്നതിൻ്റെ പേരിലായിരുന്നു റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മനഃപൂർവ്വം റഹീം അത് ചെയ്തതല്ല. അതൊരു അബദ്ധവശ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ റഹീമിനെ ഇതിൻ്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കണം. ഇതിനകത്തെല്ലാം റഹീമിനോട് വിരോധം കാണിക്കുന്നുണ്ട് കുറേ പേര്. ഇവൻ ഓസ്കാർ മേടിച്ചിട്ട് വന്നതാണോ, ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നതല്ലേ, ഇവന് നാണമുണ്ടോ? അങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് തെറിവിളികൾ കമൻസിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം മനഃപൂർവ്വം അല്ലാതെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തും പോയി ഇത്രയും വർഷത്തോളം മകന് വേണ്ടി കാത്തിരുന്ന്, അതും പോരാത്തതിന് ഈ ഉമ്മ റഹീമിനെ കാണാനായിട്ട് സൗദി ചെന്നിട്ടുണ്ടായിരുന്നു. സൗദി ചെന്ന സമയത്ത് റഹീമിന് ഉമ്മയെ കാണാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് മടക്കി അയക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ആൾക്കാരൊക്കെ ഇടപെട്ടതിൻ്റെ പേരിലാണ് പിന്നെയും റഹീം ഉമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നത്. റഹീമിനെ കാണാനായിട്ട് ചെല്ലുന്നു, റഹീമിനെ കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്നു, പിന്നെ ആരൊക്കെയോ ഇടപെട്ടിട്ട് റഹീമിനെ കണ്ടു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി റഹീമിൻ്റെ വീഡിയോ ഒന്ന് കാണാം.
ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസിക്കുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി എന്നാണ് വീണ്ടും പറയുന്നത്. ബോച്ച് അഷ്റഫ് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, ആരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ്, അദ്ദേഹത്തിൻ്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഭാ കമ്മിറ്റികളും നാട്ടിലെ നിയമസഭാ കമ്മിറ്റികളും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഇന്നലെ വന്നു നമ്മുടെ സഭയിക്കുന്നതിന് വേണ്ടി മിനിഞ്ഞാന്നല്ലേ ഇറങ്ങിയത്. നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പരമാവധി സഹായിച്ച ബോച്ച അടക്കമുള്ള ആളുകളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. 2 ദിവസത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരണമുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തും നന്ദി പറയുന്നുണ്ട്, ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. ശരിക്കും പുള്ളി മരണം കൺമുന്നിൽ കണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഏത് നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാതൊക്കെ ഒരു സാഹചര്യത്തിൽ കിടന്നതാണ്. 20 വർഷമൊക്കെ ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അതും സൗദി പോലത്തെ ഒരു സ്ഥലത്ത്, അത് അത്ര നിസ്സാരപ്പെട്ടൊരു കാര്യമൊന്നും അല്ല. എന്തായാലും ഇനിയും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനാവശ്യമായിട്ട് ഇവരെയും ഇവരുടെ ഫാമിലിയും തെറി വിളിക്കുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഇനി ഞാൻ നിങ്ങൾക്ക് ബോച്ചയുടെ വേറൊരു വീഡിയോയും കൂടെ കാണിക്കാം. ഇനി റഹീമിൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണ് എന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ 35 കോടി രൂപ എന്ന് പറയുന്നത് ഏകദേശം 40 കോടി രൂപയോളം പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബാക്കി പൈസ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ റഹീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാക്കി ഇവർ ജീവിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടും പോലും റഹീം പറഞ്ഞത് എനിക്ക് ആ പൈസ വേണ്ട, അതെനിക്ക് അർഹതപ്പെട്ട പൈസയല്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പുള്ളി അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ പറ്റിയിട്ട് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും റഹീമിന് ഒരു ജോലിയുടെ ഒരു വാഗ്ദാനമൊക്കെ നമ്മുടെ ബോച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ബോച്ചെ, അബ്ദുൾ റഹീമിന് ഇനിയുള്ള ജീവിതമാർഗം എന്തായിരിക്കും? നമ്മള് ഇത് തന്നെയാണ് നമ്മുടെ ജ്വല്ലറിയില് ഒരു ജോലി കൊടുക്കണമെന്നുണ്ട്. ആൾക്ക് താല്പര്യമാണെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അത്രയും കല്യാണം കഴിച്ചിട്ടില്ല, ഒരു കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്. 20 വർഷം അകത്ത് കിടന്നല്ലേ, ഇനി പുറത്ത് കിടക്കട്ടെ. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 35 കോടി രൂപ ഈ ഒരു മനുഷ്യൻ ഉണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും പൈസ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്, അല്ലേ? ഈ മനുഷ്യനെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇത് നടക്കത്തില്ല. ഇപ്പം വധശിക്ഷ നടന്ന ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നേ. രണ്ടാമത്തെ കാര്യം, ഈ ഉമ്മയ്ക്ക് ഇത്രയും സന്തോഷം, അതായത് ഈ പിറന്നാൾ ദിവസം തന്നെ ഈ പുള്ളി റിലീസാക്കി ഈ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്ന്, അതും പോരാത്തതിന് ഇനി അങ്ങോട്ട് ജോലി വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ റഹീമിന് ഈ പറയുന്ന ബാക്കി പൈസ 35 കോടി രൂപ പുറത്ത് കളക്ട് ചെയ്ത പൈസ റഹീമിന് എടുക്കാമായിരുന്നു. ഇനിയുള്ള കാലം റഹീമിന് ഹാപ്പി ആയിട്ട് ഒരു ജോലിക്കും പോവാതെ ആ പൈസ അക്കൗണ്ട് ഇട്ടിട്ട് FD മേടിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ റഹീം അത് ചെയ്തിട്ടില്ല. റഹീം എന്നിട്ടും പറഞ്ഞ എന്താണ്, ആ പൈസ ബാക്കിയുള്ള ആൾക്കാർക്ക്, തന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കണം എന്നൊക്കെ രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അവരുടെ ഉമ്മയുടെ ഒരു പ്രതികരണം കാണാം. റഹീമിന്റെ ഉമ്മയാണത്. സന്തോഷായോ? എല്ലാവരോടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞൊക്കെ ഒന്നും അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇതേമാതിരി ഇന്നേരാ ഞാൻ ഓനും പാടും കുറച്ചു നേരം കൂടി മതില്ലേ? കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരുള്ളൂ അല്ലേ? റഹീം പലവട്ടവും നാട്ടിൽ ഉടനെ വരും എന്ന് പറയുമ്പോഴൊന്നും ഈ ഉമ്മ വിശ്വസിച്ചിട്ടില്ല. ഉമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട് അവനെ കാണാതെ ഇനി ഞാൻ ആര് പറയുന്നതും വിശ്വസിക്കത്തില്ലെന്നായിരുന്നു. ഇവൻ നാട്ടിലോട്ട് വരാൻ ടിക്കറ്റ് എടുത്തു, നാട്ടിൽ താണ്ട കയറി വരുവാന്ന് പറഞ്ഞപ്പോഴൊന്നും പുള്ളിക്കാരത്ത് വിശ്വസിക്കുന്നില്ല. എൻ്റെ കണ്ണിൽ കാണട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നുള്ള രീതിയിൽ. കാര്യം അത്രയധികം ഈ ഒരു ഉമ്മ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഈവൻ സൗദിയിൽ പോയ സമയത്ത് ഈ റഹീമിനെ കാണാത്തതിൻ്റെ പേരിൽ റഹീമിനെ എന്നിട്ട് അവസാനം എന്തൊക്കെയോ പോലീസുകാർ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയോ ഇടപെട്ടതിന് ശേഷമാണ് ഉമ്മ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രായമായി,
അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിക്കുക. അപ്പം ഇപ്പോഴും ഇവരുടെ ഫാമിലിയൊന്നും ദൈവത്തോർത്ത് ഇനിയും കുറ്റം പറയാതിരിക്കുക. ആ ഒരു മനുഷ്യൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ ആ മനുഷ്യനെ ഇത്രയും അങ്ങ് കിടന്ന് ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ മെജോറിറ്റി നോക്കുന്ന സമയത്ത് എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ കുറച്ച് വായി നോക്കിയുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ബോധവും വിവരവും ഇല്ലാതെ കുറച്ച് ആൾക്കാർ വന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്തരത്തിൽ വീട്ടിനുള്ളിലെ ഒരു മുറിയിലാണ് ഉള്ളത്. ഇപ്പോഴാണ് ഈ തറവാട്ട് വീട്ടിനുള്ളിലെ മുറിയിലാണുള്ളത്. അവർ ഏറെ നാൾ കാത്തിരുന്നു. അതിനിടയിലൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു ഇറങ്ങും അല്ലെങ്കിൽ മോചിതനാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടാക്കി. പിന്നീട് ഈ നിയമ പ്രോസസ്സുകൾ നീണ്ടുപോകുന്നതിനാൽ വീണ്ടും നിരാശയുണ്ടാക്കി. പിന്നീടാണ് ഇപ്പോൾ അത് അവരുടെ 20 വർഷത്തെ കാത്തിരിപ്പ് പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ അത് സഫലമാകുന്നത്. അവരുടെ മകൻ മോചിതനായി ഇപ്പോൾ നാട്ടിലേക്ക് എത്തി. ഇനി നേരത്തെയൊക്കെ തന്നെ ഉമ്മ പറഞ്ഞിരുന്നത് നേരിട്ട് കണ്ടാൽ മാത്രമേ മോചിതനായി എന്ന കാര്യം വിശ്വസിക്കൂ എന്നുള്ളതാണ്. എന്നാൽ ഇനി വിശ്വസിക്കാം, അവർ നാട്ടിലെത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഉമ്മയെ കാണാനായി റഹീം ഇവിടേക്ക് എത്തും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്, അതായത് ഈ വീട്ടിനുള്ളിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നാണ് റഹീം പോകുന്നത്. ആ വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങി വരുന്നത്. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് തൊട്ടടുത്ത് കാണുന്ന പുതുതായി പണികഴിപ്പിച്ചൊരു വീട്ടിലാണ്. ഈ വീട്ടിലാണ് കുടുംബവും ബന്ധുക്കളൊക്കെ തന്നെ താമസിക്കുന്നത്. എന്നാൽ റഹീം മടങ്ങി വരുമ്പോൾ സ്വീകരിക്കാനായി തറവാട് വീടും അതിനകം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ തന്നെ ശരിക്കും ഇത്രയും പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പലതവണ കോടതി ഈ ഒരു കേസ് മാറ്റി വെക്കുമായിരുന്നു. അതായത് കോടതി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷാവിധി തീരാതെ റഹീമിനെ ഒരു കാരണവശാലും പുറത്തു വിടത്തില്ല. പക്ഷേ ആദ്യം പുറത്തു വന്ന വാർത്ത എങ്ങനെയായിരുന്നു? ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ റഹീമിനെ റിലീസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അത് നേരെ തിരിഞ്ഞ് എത്ര വട്ടം കോടതി പിന്നെ ഈ കേസ് നീട്ടിവെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അവധികൾ വന്നു. എന്നിട്ടാണ് പിന്നെ അവസാനം കോടതി പറഞ്ഞൊരു വിധി, ശിക്ഷ തീരട്ടെ, അടുത്ത 1 കൊല്ലം കൂടി കിടക്കുമ്പോഴത്തേക്ക് ശിക്ഷ തീരും, അതിനുശേഷം റിലീസാക്കിക്കൊള്ളാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു നരക ജീവിതം തന്നെ അല്ലേ? അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ട് പോലും ഈ ഒരു മനുഷ്യനെ അവർ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും അവരവിടെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. എന്തായാലും എന്തോ ഭാഗ്യമെന്ന് തന്നെ പറയാം. ആ ഉമ്മയുടെ ഒരു പ്രാർത്ഥന എന്ന് തന്നെ പറയാം. അല്ലാതെ അതിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ ബോച്ച എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ബോച്ച ഒരു മനുഷ്യരും മറന്നു പോകരുത്. രാവിലെ വീട്ടിലേക്ക് എത്തി ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ, റഹീമിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. വലിയ സന്തോഷം തന്നെയാണ് നാട്ടുകാരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട് പരിസരം പൂർണ്ണമായും ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. നാട്ടുകാരുണ്ട്, തൊട്ടടുത്ത് താമസിക്കുന്ന തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ആളുകളുണ്ട്, ഈ റഹീമിൻ്റെ കുടുംബക്കാരുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് ആളുകളൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. റഹീമിനെ കാണാൻ പറ്റില്ല, അല്ല വരണ കാണാൻ പറ്റുമെന്നൊരു സന്തോഷമായോ? എന്തായാലും ആ ഒരു സന്തോഷമാണ് ഇവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഇനിയും ആളുകളെ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത് ഒരു പക്ഷേ ഇത് സാധ്യമാകുമോ എന്നുള്ളൊരു കാര്യം ഇവർക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ ഈ നാട്ടിലെ ആളുകളുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധമുള്ള ആളായിരുന്നു. ഡ്രൈവറായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള KMO എത്തിങ്ങാനയിലെ വാഹനം ഓടിച്ചിരുന്ന ആളാണ്. പിന്നീടാണ് ഗൾഫിലേക്ക് ജീവിത പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ആകുമെന്ന ഒരു പ്രതീക്ഷയിൽ ഗൾഫിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഇങ്ങനെ ആകസ്മികമായൊരു പുറത്തെ രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കണക്കല്ല, ജയിലിടിഞ്ഞാൽ പോലും വെളി വരാൻ പറ്റത്തില്ല. ഇപ്പോൾ ആരുടെയൊക്കെയോ പ്രാർത്ഥനയും സഹായം കൊണ്ട് ഈ പുള്ളിക്കാരൻ ഇപ്പം ജയിൽ മോചിതനായിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.